നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് റവ പോള ഉണ്ടാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് അധികം പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റവ നമുക്കെടുക്കുക. അതിലേക്ക് 1.5 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതും തിരുമ്മി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് കോരുക. അത് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് റവയുടെ മിക്സും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ചട്ടിയിൽ നിന്നിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ ആവും നമുക്കത് കിട്ടണം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൂട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അധിക സമയമൊന്നും എടുക്കൂല. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാധനമാണ്.